മാറ്റത്തിന്റെ പാതയിലാണ് മഞ്ഞപ്പട. ഇന്ത്യൻ യുവ ഗോൾ കീപ്പർ നോറ ഫെർണാണ്ടസിനെ 3 വർഷത്തെ കരാറിൽ ടീമിൽ എത്തിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇപ്പോൾ 2027 സീസൺ അവസാനം വരെയുള്ള കരാറാണ് താരം മഞ്ഞപ്പടയുമായി ഒപ്പുവെച്ചിരിക്കുന്നത്. ഗോവയിൽ ജനിച്ച നോറ ഫെർണാണ്ടസ് സാൽഗോക്കർ FC-യുടെ അണ്ടർ 18 ടീമിലൂടെയാണ് തന്റെ പ്രൊഫഷണൽ കരിയർ ആരംഭിച്ചത്. 2020-ൽ ചർച്ചിൽ ബ്രദേഴ്സിലേക്ക് ചേക്കേറുന്നതിന് മുമ്പ് അണ്ടർ 18 ഐ ലീഗിലും ഗോവ പ്രൊഫഷണൽ ലീഗിലും നോറ സാൽഗോക്കറിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. 2020-നും 2023-നും ഇടയിൽ നോറ ഐ ലീഗിലും സൂപ്പർ കപ്പിലുമായി ചർച്ചിൽ ബ്രദേഴ്സിനായി 12 മത്സരങ്ങൾ കളിച്ചു. ഒടുവിൽ 2023-24 ഐ ലീഗ് സീസണിൽ ആദ്യ ചോയ്സ് ഗോൾ കീപ്പറായി ഐസ്വാൾ FC അവസരം നൽകി. ആ സീസണിൽ നോറ അവർക്കായി 17 മത്സരങ്ങൾ കളിച്ചു. പെനാൽറ്റി ഏരിയയിലെ ആധിപത്യം, പന്തുകൾ തടുക്കാനുള്ള കഴിവ് എന്നിവ നോറയുടെ പ്രത്യേകതയാണ്. നോറയുടെ സൈനിങ്, സ്ഥിരതയുള്ള പ്രകടനങ്ങൾ, ഗോളിന് മുന്നിലുള്ള കമാൻഡിംഗ്, ഫിസിക് എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഗോൾ കീപ്പിംഗ് വിഭാഗം ശക്തിപ്പെടുത്തുക എന്നൊരു ചുമതല തങ്ങൾക്കുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഈ സ്ഥാനത്ത് നോറ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുഴുവൻ കഴിവും പുറത്തെടുക്കുമെന്ന് വിശ്വസിക്കുന്നുവെന്നുമാണ് നോറ ക്ലബിനൊപ്പം ചേരുന്നതിനെക്കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ കരോളിസ് കിൻസിസ് അഭിപ്രായപ്പെട്ടത്. കേരള ബ്ലാസ്റ്റേഴ്സിൽ ചേർന്നതിന് ശേഷം നോറയും മനസ്സ് തുറന്നിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് പോലെയുള്ള ക്ലബിൽ ചേരുന്നതിൽ അഭിമാനവും ആവേശവും ഉണ്ടെന്നും തന്റെ ആദ്യ ISL സീസണിനായി കാത്തിരിക്കുകയാണെന്നും തന്റെ ഏറ്റവും മികച്ചത് നൽകാനും കഴിവിന്റെ ഏറ്റവും ഉയർന്ന പ്രകടനം നടത്താനും ശ്രമിക്കുമെന്നുമാണ് നോറ ഇതിനോട് പ്രതികരിച്ചത്. അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തയ്യാറെടുപ്പുകൾ തകൃതിയായി നടക്കുകയാണ്. 2014 മുതൽ കഴിഞ്ഞ 10 സീസണിൽ ISL അടക്കമുള്ള വേദികളിൽ കളിച്ചിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഒരു ട്രോഫി പോലും സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. 2024-25 സീസണിൽ പുതിയ മാറ്റങ്ങളുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് എത്തുന്നത്. കഴിഞ്ഞ 3 സീസണിൽ മുഖ്യ പരിശീലകനായിരുന്ന ഇവാൻ വുക്കോമാനോവിച്ച് അടുത്ത സീസണിൽ ക്ലബിനൊപ്പമില്ല. കരാർ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഇവാൻ മടങ്ങുകയായിരുന്നു. മാത്രമല്ല 11ാം ISL സീസണിൽ നിരവധി പുതിയ താരങ്ങൾ കൂടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വീഡിഷ് പരിശീലകനായ മൈക്കിൾ സ്റ്റാറയാണ് ഇത്തവണ ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകൻ. സ്റ്റാറയുടെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കുതിക്കുമോ എന്നറിയാനാണ് ആരാധകരുടെ കാത്തിരിപ്പ്. അല്ലെങ്കിൽ പതിവ് പോലെ പ്രീ സീസണിൽ വൻ ഹൈപ്പും കളിക്കളത്തിൽ കിതപ്പുമായിരിക്കുമോ ബ്ലാസ്റ്റേഴ്സ് ഇത്തവണയും നടത്തുക എന്നതും ആരാധകരുടെ ആശങ്കകളിലൊന്നാണ്. കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഉണ്ടായിരുന്ന കരൺജിത് സിംഗ്, ലാറ ശർമ്മ എന്നിവരെ ക്ലബ്ബ് നീക്കിയിരുന്നു. 2023-24 സീസണിന്റെ ഇടയിൽ 1ാം നമ്പർ ഗോൾ കീപ്പറായിരുന്ന സച്ചിൻ സുരേഷ് പരിക്കേറ്റ് പുറത്തായപ്പോൾ ഗോൾ വലിക്ക് മുന്നിൽ ബ്ലാസ്റ്റേഴ്സിന് ചോയ്സ് ഇല്ലാതാകുന്ന ഒരു സാഹചര്യം വന്നിരുന്നു. കരൺജിത് സിംഗിന്റെ ഫോം പ്രശ്നമായതോടെ ലാറ ശർമ്മയെ കളത്തിലിറക്കി. പ്ലേ ഓഫ് എലിമിനേറ്ററിലായിരുന്നു ലാറ ശർമ്മ ആദ്യമായി കളത്തിലെത്തിയത്. മത്സരത്തിനിടെ ലാറ ശർമ്മയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എന്തായാലും 2023-24 സീസണിലെ ദുരിതം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ ഗോൾ കീപ്പർമാരെ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യൻ അണ്ടർ 20 ഗോൾ കീപ്പറായ 19-കാരൻ സോംകുമാറിനെയാണ് ബ്ലാസ്റ്റേഴ്സ് മുമ്പ് തട്ടകത്തിലെത്തിച്ചത്. ബംഗളൂരു FC-യിൽ മത്സരം ആരംഭിച്ച സോംകുമാർ ബൊക്ക ജൂനിയേഴ്സ് അണ്ടർ 13, സ്ലോവാക്യൻ ക്ലബായ NK ബ്രാവോ അണ്ടർ 17, NK കർക്ക അണ്ടർ 17 ടീമുകൾക്ക് വേണ്ടി കളിച്ചിരുന്നു. 2023 ഫെബ്രുവരിയിൽ സ്ലോവാക്യൻ ക്ലബായ NK ഒളിമ്പിയ ലുബ്ലിയാനയ്ക്ക് വേണ്ടി കരാറിലായി. സീസണിന്റെ പകുതിയോടെ 3ാം നമ്പർ ഗോൾ കീപ്പറായി സീനിയർ ടീമിനൊപ്പം ചേർന്നു. ഒരു ISL ക്ലബിനൊപ്പം ട്രെയിനിങ് നടത്തിയ ശേഷമായിരുന്നു NK ഒളിമ്പിയ ലുബ്ലിയാനയ്ക്കൊപ്പം സോംകുമാർ ചേർന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ യൂറോപ്പിൽ കളിച്ച പരിചയം സോംകുമാറിനുണ്ട്. സ്ലോവാക്യൻ ക്ലബിനൊപ്പം ഇറ്റലിയിൽ പര്യടനം നടത്തിയപ്പോൾ ബൊലോഗ്ന അണ്ടർ 17 ടീമിനെതിരായ മത്സരത്തിൽ പെനാൽറ്റി രക്ഷപ്പെടുത്തി സോംകുമാർ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തിരുന്നു. സോംകുമാറിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ കരാറെടുക്കുന്ന 2ാമത്തെ ഗോൾ കീപ്പറാണ് നോറ. നോറയുടെ കൂട്ടിച്ചേർക്കൽ സച്ചിൻ സുരേഷും ഉൾപ്പെടുന്ന ടീമിന്റെ ഗോൾ കീപ്പിംഗ് നിരയെ കൂടുതൽ ശക്തമാക്കും. തായ്ലൻഡിൽ ജൂലൈ 3 മുതൽ പ്രീ സീസൺ തയ്യാറെടുപ്പുകൾക്കായി നോറ ടീമിനൊപ്പം ചേരും. തായ്ലൻഡിൽ 3 ആഴ്ചയോളം നീളുന്ന പ്രീ സീസണാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. 3ഓളം സൗഹൃദ മത്സരങ്ങളും പ്രീ സീസണിനിടെ തായ്ലൻഡ് ക്ലബ്ബുകളുമായി മഞ്ഞപ്പട കളിക്കും. തായ്ലൻഡിലെ മുൻനിര ക്ലബ്ബുകളുമായും വിവിധ പ്രായ ഗ്രൂപ്പുകളിലുള്ള ടീമുകളുമായും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സന്നാഹ മത്സരങ്ങൾ ഉണ്ടാകും. വിദേശ പ്രീ സീസൺ കഴിഞ്ഞെത്തുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മാസാവസാനം ആരംഭിക്കാനിരിക്കുന്ന ഡ്യൂറൻ കപ്പിലും മത്സരിക്കും.